വാളയാറിലെ കേരള RTO ചെക്ക് പോസ്റ്റ് പ്രവർത്തന സമയം കുറച്ചതോടെ സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമാണ്. ചരക്കുകടത്തിലെ ക്രമക്കേടുകൾക്ക് വാളയാറിലെ തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റിൽ പിരിച്ചത് ഒരു മാസത്തിനിടെ 18 കോടി രൂപയാണ്. കേരള RTO ചെക്ക് പോസ്റ്റിൽ പിരിച്ചത് 56,000 രൂപ മാത്രമാണ്. കേരളത്തിന്റെ RTO ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം വൈകിട്ട് 5 വരെ മാത്രമാക്കിയതാണ് വലിയ നഷ്ടത്തിന് കാരണമായിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നപ്പോൾ സമയം കുറച്ചത് പ്രതിസന്ധിയാണ്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, അതായത് ഒരു ദിവസം ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വാളയാറിലൂടെ കടന്നു വരുന്നത് 20,000-ഓളം ചരക്ക് വാഹനങ്ങളാണ്. ഇതിൽ തന്നെ പല വാഹനങ്ങളും അല്ലെങ്കിൽ ഭൂരിപക്ഷം വാഹനങ്ങളിലും വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങളും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അമിതഭാരം, അതല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ലാതെ പെർമിറ്റ് ഇല്ലാതെയൊക്കെ ആയിരിക്കും ഈ വാഹനങ്ങൾ ഈ കേരളത്തിലേക്ക് ഈ വാളയാർ അതിർത്തിയിലൂടെ കടന്നു വരിക. ഇത് കൃത്യമായി കണ്ടെത്തി പിഴയിടാൻ നേരത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ സംസ്ഥാനത്തെ ഈ വാളയാറിലുള്ള RTO ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പിഴ കണ്ടെത്തുന്നതിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിലാണ് ഈ ചരക്ക് വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്. ഈ സമയത്ത് കൃത്യമായി പരിശോധനകൾ പോലും വാളയാറിലില്ല. അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല, പിഴ ഈടാക്കാൻ സാധിക്കുന്നില്ല. നിലവിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വാളയാറിലെ കേരളത്തിലെ RTO ചെക്ക് പോസ്റ്റിൽ പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഈ ചരക്ക് വാഹനങ്ങളിൽ നിന്ന് വെറും 56,000 രൂപ മാത്രമാണ്. ഇതേ സമയം വാളയാറിലുള്ള തമിഴ്നാടിന്റെ RTO ചെക്ക് പോസ്റ്റിൽ ഈ അനധികൃതമായിട്ടുള്ള ഈ ചരക്ക് കടത്തിന് അല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാതെ ചരക്ക് കടത്തുന്നതിന് തമിഴ്നാട് RTO ഇപ്പോൾ അവിടെ പിഴ ഈടാക്കിയിരിക്കുന്നത് ഏകദേശം 18 കോടി രൂപയാണ്. അതായത് കേരളത്തിന്റെ RTO ചെക്ക് പോസ്റ്റുകൾ ഈ വൈകിട്ട് 5 മണി വരെ മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സംസ്ഥാനത്തിന് ഇത്തരത്തിൽ പിഴ ഇനത്തിൽ കിട്ടേണ്ട വലിയൊരു തുക കിട്ടാതെ പോകുന്നത്. അവിടെ വെർച്വൽ ചെക്ക് പോസ്റ്റ് എല്ലാം നടപ്പാക്കിക്കൊണ്ട് ഈ ഒരു വരുമാന നഷ്ടം അല്ലെങ്കിൽ ഈ പിഴ ഈടാക്കുന്നതിലെ നഷ്ടം മറികടന്ന് പോകാമെന്നൊരു പദ്ധതി കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇതിന്റെ സർവേ നടപടികൾ മാത്രം ആണ് പൂർത്തിയായിട്ടുള്ളത്. ഇതുവരെയും ഈ വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം നടപ്പാക്കാനുള്ള യാതൊരു രീതിയിലുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല. ഏതായാലും രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രം കേരള RTO ചെക്ക് പോസ്റ്റ് നിന്ന് പിരിച്ചതാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 56,000 രൂപ. രാത്രിയിൽ പിന്നീട് ഈ വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചരക്ക് വാഹനങ്ങൾ യാതൊരു രീതിയിലുള്ള പരിശോധനയില്ലാതെ കടന്നു പോകുന്നു. അതും അനധികൃതമായിട്ടുള്ള ചരക്ക് കടത്തുകൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു. ഭീമമായിട്ടുള്ളൊരു തുക പിഴ ഈടാക്കാൻ സർക്കാരിന് സാധിക്കും. പക്ഷേ കൃത്യമായിട്ടുള്ള ഈ പ്രവർത്തനം 5 മണിക്ക് ശേഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ തുകയൊന്നും പിഴ ഈടാക്കാൻ കഴിയാതെ സുഖമായി തന്നെ അനധികൃതമായി ചരക്ക് കടത്ത് കേരളത്തിലേക്ക് നടക്കുകയാണ്. ഇതിന് കാരണം ഈ പ്രവർത്തന സമയം കൃത്യമായി തന്നെ ചുരുക്കി എന്നുള്ളതാണ്. ഈ പ്രവർത്തനം 24 മണിക്കൂറിലേക്ക് മാറ്റിയാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ ഈ നഷ്ടം നികത്താൻ കഴിയൂ. ചെക്ക് പോസ്റ്റിലെ പ്രവർത്തന സമയം കുറച്ചത് വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ നിന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇക്ബാൽ അറക്കൽ നൽകുന്നത്.